സമയമായി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അലി യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ചാനൽ അലി ഇവിടെ ഇരിക്കുന്നുണ്ട്. അലി ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ഭക്ഷണം ഇത് ഇവിടെ തന്നെയാണ് ഭക്ഷണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 2:10 തന്നെ എല്ലാവരും തിരിച്ച് എത്തണം. കഴിയുന്നത് 2 മണിക്കാണ്. എല്ലാ മഹായോഗികൾക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ ഒരു മഹായോഗികളുടെ ഈ സഭ എന്നെ കുളിര് പോയിരിക്കുന്നു. ഏതോ ഒരു മാറ്റത്തിന്, ഒരു യുഗമാറ്റത്തിന് തീർച്ചയായിട്ടും നിമിത്തമായ ഒരു മീറ്റിംഗ് തന്നെയാണിത്. കൂടുതൽ പറയുന്നില്ല. ഞാൻ ഇന്നിവിടെ എത്തിയത് തന്നെ വലിയ ഒരു അത്ഭുതമാണ്. കാരണം ജൂലൈ 10-ാം തീയതി എൻ്റെ മോൻ അമേരിക്കയിൽ ജോലി ചെയ്യാണ്. ഒരുപാട് പേരെ പിരിച്ചുവിട്ടു. ആ കൂട്ടത്തിൽ അവനെയും പിരിച്ചുവിട്ടു. അവിടെ ഈ പിരിച്ചുവിടൽ എന്നാ വെച്ചാൽ കൂട്ടത്തോടെ പിരിച്ചുവിടുക. US കമ്പനികളാണ് പിരിച്ചുവിടുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവനവിടെ നിൽക്കാൻ വയ്യ. കാരണം വിസ ഇല്ല. വിസ ഇല്ലെങ്കിൽ നാട് കടത്തും. അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു രീതി. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, മെഡിറ്റേഷൻ ചെയ്തു. എല്ലാം നേരത്തെ തന്നെ ഞാൻ 33 വയസ്സിലൊരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിൽ കൂടിയാണ് അന്വേഷണം തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ടൊരു അത്ഭുതകരമായ യാത്രയായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. അതൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാരണം ഇതാണ്. ജൂലൈ 10-ാം തീയതി മോൻ്റെ ജോലി പോയി. എടുവിടാന്ന് ഒറ്റ ദിവസം കൊണ്ട്. അവനവിടെ നിൽക്കേണ്ടിയില്ല. അവനവിടെ വീട് വാങ്ങിച്ചിട്ടുണ്ട്, കാറുണ്ട്, ലോണുണ്ട്, ഭയങ്കര ഹെവി പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട്, അവളൊരു ക്രിസ്ത്യാനിയാണ് കേട്ടോ, അവൾ എന്നോട് പറഞ്ഞു, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കും, അവിടെ ചെന്ന് അഹസ് വഴിപാട് നടത്ത് എന്ന് പറഞ്ഞു. അവളും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ അഹസ് വഴിപാട് നടത്തി. ഞാൻ അതൊന്നും അല്ല പറയുന്നേ. അന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഇവിടെ ഇന്ന് ഈ 9-ാം തീയതി നമ്മുടെ മാഷ് ഒരു മീറ്റിംഗ് നടത്താൻ, അതിനകത്ത് ഞാൻ വരുന്നുണ്ട്. എനിക്കന്ന് ഭഗവാനോട് നന്ദി പറയണം. എൻ്റെ മോന് വേറൊരു ജോലി കിട്ടിയതിന് നന്ദി പറയണം. അതിനാണ് വന്നത്. സത്യം പറഞ്ഞാൽ ആ നന്ദിയാണ് ഇന്നെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് ഇന്നലെ വൈകിട്ട് അവൻ അത്ഭുതകരമായിട്ട് ഒരു ജോലി ശരിയായി. അത് വളരെ അത്ഭുതകരമായിട്ട്. കാരണം ഇപ്പോൾ അവിടെ അങ്ങനെ പിരിച്ചുവിട്ടാൽ തിരിച്ചെടുക്കില്ല. മാത്രമല്ല തിരിച്ചൊരു കമ്പനി എടുക്കില്ല. കാരണം എങ്ങനെയും ഇവരെ ഓടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സിറ്റിസണിന് മാത്രമേ അവിടെ ജോലി കൊടുക്കൂ. പക്ഷേ ഭഗവാന്റെ കൃപയാൽ, ഉണ്ണിക്കണ്ണൻ്റെ കൃപയാൽ അവൻ ഇന്നലെ തന്നെ ജോലി ലഭിച്ചു. അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചു. അത് വിസ ട്രാൻസ്ഫറൊക്കെ. അപ്പം ആ നന്ദി പറയാൻ ഞാൻ നിങ്ങളോടും സാറിനോടും എല്ലാവരോടും അതിൻ്റെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ 33 വയസ്സ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിൽ കൂടിയാണ് ഞാൻ ഈ ആത്മീയ രംഗത്തേക്ക് വന്നത്. അതിനു മുമ്പ് ഒരു 0 ആയിരുന്നു. അതായത് ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരവസ്ഥയും എനിക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ആത്മീയതയിലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, 0 അവസ്ഥ. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ചെറുപ്പകാലത്തിൽ ഒരു പീഡനാവസ്ഥയിലൂടെയായിരുന്നു ഞാൻ പോയത്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല, ഒന്നും അനുഭവിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെ ഒരവസ്ഥ. ഇതിലേക്കൂടെയൊക്കെ കടന്ന് ഇവിടം വരെ എത്തി. ഇപ്പോൾ 67 വയസ്സായി. ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യങ്ങൾ, ഞാൻ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് കാര്യമില്ല. കാരണം അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ്. അത് അവർക്ക് പഠിക്കാനുള്ളതാണ്, അവർക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അത് ഞാൻ ഷെയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ ചില സത്യങ്ങൾ ഞാൻ പറയാം. ദൈവം ഒന്നേ ഉള്ളൂ. പരമാറ്റ
പരമാത്മാവാണ്. ആ പരമാത്മാവിനെ നമ്മൾ ആശ്രയിച്ചാൽ, ഞാൻ അങ്ങനെയാണ്, ഞാൻ മറ്റൊരു ദൈവത്തെയും ഞാൻ വിളിച്ചുകൊണ്ടിരുന്നില്ല, ഒരു ദേവതകളെയും ഞാൻ വിളിച്ചിരുന്നില്ല. അങ്ങനെ പരമാത്മാവിനെ മാത്രം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ എല്ലാ ദേവതകളെയും ഇപ്പൊ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം യേശുവിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഷിർദി സായിബാബയെ കണ്ടിട്ടുണ്ട്, അമൃതാനന്ദമയെ ഞാൻ മറ്റൊരു ലോകത്തിൽ കണ്ടു. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് പരമാത്മാവിൻ്റെ വിവിധ വിവിധ രൂപങ്ങളാണ് ഇവരെല്ലാവരും. കാരണം ഞാൻ പ്രാർത്ഥിക്കാത്തവരെയാണ് ഞാൻ കാണുന്നത്, പ്രാർത്ഥിക്കാത്തവരെയും പ്രാർത്ഥിച്ചവരെയും ഒക്കെ കാണുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ പരമാത്മാവിൽ നമ്മളുടെ വിശ്വാസവും സ്നേഹം വേണം, അപാരമായ സ്നേഹം വേണം. ഭക്തി എന്ന് പറഞ്ഞാൽ അത് സ്നേഹമായിരിക്കണം, കാര്യം നേടാനുള്ളതായിരിക്കരുത്. കാര്യം നേടുക തന്നെ ചെയ്യും, അത് സംഭവിക്കും, അത് ഓട്ടോമാറ്റിക് സംഭവിച്ചിരിക്കും. അഥവാ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ അത് നമുക്ക് നന്മയ്ക്കുള്ളതല്ല എന്ന് നമുക്ക് ബോധ്യം വരും. അതുകൊണ്ട് ഈ പറയുന്ന ഏത് വിശിഷ്ട ആത്മാക്കളെ കാണുന്നതും പരമാത്മാവിൻ്റെ ഒരു സഹായം കൊണ്ടാണ്, അല്ലെങ്കിൽ അനുവാദം കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വിശിഷ്ട ആത്മാക്കൾ എന്ന് പറയുന്ന നമ്മുടെ ഗുരുനാഥനും അങ്ങനെയുള്ള എല്ലാവരും വിശിഷ്ട ആത്മാക്കളാണ്. കാരണം അവരെയൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് ആ പരംപിതാവ് തന്നെയാണ്. അവരെയൊക്കെ നമിക്കുക. എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ നിവൃത്തിയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ എല്ലാം പോയി കാണും. നമ്മുടെ സീമാജിയെ കാണും, തസ്മൈ ഗുരുജിയെ പോയി കാണും. ഇപ്പൊ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ നമിക്കുന്നു. ഇവരെല്ലാം ആർക്കൊക്കെയോ വേണ്ടി പരമാത്മാവ് വിട്ടത് തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും വന്ദിക്കുക. ഒന്ന്, ഏത് ദേവനിൽ കൂടെ നമുക്ക്, ഏത് ദേവതകളിൽ കൂടി, അല്ലെങ്കിൽ ഏത് വിശിഷ്ടാത്മാവിൽ കൂടി, ഏത് സിദ്ധരിൽ കൂടി നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് പരമാത്മാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇന്ന ഒരാളെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പക്ഷെ അവരെയൊക്കെ ഞാൻ കാണുന്നു. ഒരമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ ആകാശത്ത് കൃഷ്ണനെ കണ്ടു, മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ദേവിയെ കണ്ടു, ഒരിടത്ത് ചെന്നപ്പോൾ ഇത് ലക്ഷ്മണനാണോ ശത്രുഘ്നനാണോ എന്നെനിക്ക് സംശയം വന്നപ്പോൾ ഒരു വലിയ വില്ല് കാണിച്ചു തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആ വില്ലൊന്നും അവിടെ ഇല്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരാം. നമുക്ക് അറിയേണ്ടതൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. നമ്മൾക്ക് ഈ ആത്മീയ അവസ്ഥയിൽ ഇനി ഒരു കാര്യം പറഞ്ഞാൽ, ഒരുപാട് പ്രാണായാമം, നാഡീശുദ്ധി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ തോന്നിയ പോലെ ഹൃദയം കൊണ്ട് ഈശ്വരനോട് സംവദിക്കും. അത്ര മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് കേജരി, ഞാൻ പിന്നീടാണ് ഇത് പഠിച്ചത്, കേജരി, നാഡീശുദ്ധി, പ്രാണായാമം, പിന്നെന്താ ഭസ്ത്രിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പം അന്ന് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ നാക്ക് വളഞ്ഞ് അകത്ത് പോയി, എൻ്റെ കഴുത്ത് വല്ലാതെ കറങ്ങി, എൻ്റെ വയർ ഒട്ടി, എല്ലിനോട് ചേർന്ന പോലായി. അവിടെ ഒരു ബഹളം, ഭയങ്കര ബഹളം നടന്നു. അതുപോലെ എൻ്റെ മൂലാധാരത്തിൽ നിന്ന് എനർജി എനിക്ക് ഇവിടെ എത്തി. പക്ഷെ എനിക്ക് അവിടെ സംഭവിച്ച ഒരു വലിയ വെളിച്ചം, വയലറ്റ് പ്രകാശം, ഇതൊക്കെ സംഭവിച്ചു. എൻ്റെ ശ്വാസം വളരെ സ്പീഡിലായി. അത് പതുക്കെ 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 അങ്ങ് കുറഞ്ഞു വന്നതൊന്ന് സ്റ്റോപ്പായി. പിന്നെ എനിക്ക് ശ്വാസമില്ല. അങ്ങനെ ഞാൻ എത്രയോ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പക്ഷെ ഒരു ഭയവും തോന്നിയില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം, ഭയമൊന്നും തോന്നിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് വന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്കറിയില്ല, ആ സച്ചിദാനന്ദ, ആ പരമാനന്ദം, അവിടെ ഒരു രൂപവും ഇല്ലായിരുന്നു. ആ ദിവ്യമായ ആ സ്നേഹം എന്നിലേക്ക് ഒഴുകി നിറയുകയാണ്. ഞാൻ പൊട്ടിക്കരഞ്ഞു. നമുക്കറിയാമല്ലോ, ഏതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നമുക്ക് വരുന്നതാണ് കരച്ചില്. ഇവിടെ ആനന്ദത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞു. കാരണം എന്നാന്ന് വെച്ചാൽ ആ ദിവ്യമായ സ്നേഹം എത്ര അതിന് വാക്കുകളില്ല.
ഏത് സ്നേഹത്തോട് ഉപമിക്കണമെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഉപമ അമ്മയുടെ സ്നേഹം എന്ന് പറയാം. അതിനൊക്കെ അപ്പുറം അത് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നീട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആ ഫീലിങ്ങിലേക്ക് വരിക ചെയ്യുന്നത്. എങ്കിലും അന്നത്തെ ആ ഫീലിംഗ് എനിക്ക് ഇതുവരെ പിന്നീട് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഇതെന്നാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ദേവരാജ് സാറിനെ വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു, ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ മഹാഭാഗ്യശാലിയാണ്, ഒരുപാട് ജന്മങ്ങളിൽ ഇതിൻ്റെ പിന്നോട്ട് ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ട് ഈ ജന്മം. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ സാറിൻ്റെ വീഡിയോയിൽ ഒരുപാട് പേരുടെ ഇങ്ങനെ ഇടി വെട്ടുന്ന ഒച്ച അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കിതൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്യുന്നതല്ല, ഒരു പൂവിടരുന്നത് പോലെ സംഭവിച്ചു, മഹാഭാഗ്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഒരിക്കൽ കൂടി അതൊക്കെ അനുഭവിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഫിസിക്കൽ ബോഡിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് മാറി ഇപ്പം. അപ്പം ഞാൻ പറയുകയാണ്, അന്ന് സംഭവിച്ചത് കേജരി മുദ്രയോ എന്നാ ഉദ്യാന ബന്ധനമോ ജാലന്ധര ബന്ധനമോ എല്ലാം എനിക്ക് സംഭവിച്ചു. പിന്നീട് ഞാൻ പഠിച്ചപ്പോൾ അയ്യോ ഇതൊക്കെ എനിക്ക് നടന്നതാണല്ലോ. അപ്പം ഇതൊന്നും നമ്മൾ എന്താ പറയുന്നത്, മനഃപൂർവ്വം ചെയ്താലും ഉണ്ടാകും, ഇത് ദൈവനിശ്ചയത്താലും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ, അതീവ സ്നേഹത്തോടെ, ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹമായിരിക്കണം. ഇനി ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ജ്ഞാനം, യോഗ, ധാരണ, സേവയും ആവശ്യമാണ്. നമുക്ക് കിട്ടിയ അറിവ് ഇതൊന്നും ചുമ്മാ നമ്മൾ കൂട്ടിക്കെട്ടി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് സ്വാർത്ഥതയ്ക്ക് കൊണ്ടുപോകാനുള്ളതല്ല. ഇതിവിടെ വിതരണം ചെയ്യണം. അതും നമ്മുടെ നിയോഗമാണ്, അതും നമ്മൾ ചെയ്തിരിക്കണം. അല്ലായെങ്കിൽ നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. സർവീസ്, അതും കാരുണ്യം, സ്നേഹം, ധാരണ, അറിവ്. എനിക്ക് അറിവ് വലിയ ഇഷ്ടമായിരുന്നു, ഞാനതുകൊണ്ട് അറിവിൻ്റെ പുറകെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അറിവ് നമുക്ക് വേണം. എന്തിന്? ഈശ്വരനെ സ്നേഹിക്കാൻ, പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ, നമ്മൾ കാണുന്ന മനുഷ്യരെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടിയത് ചെയ്തു കൊടുക്കാൻ. അത് നമ്മുടെ ഒരു വാക്ക് മതി, ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ മഹായോഗികൾക്കും നമസ്കാരം പറയുന്നു. നമസ്കാരം. പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം. രാധാദേവി മാഡം, കോട്ടയത്തു നിന്നാണ്. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. തിരുനേത്രം എന്നുള്ള ചാനലിൽ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ചാനലിലായിരുന്നു ആദ്യം ഇൻ്റർവ്യൂ തന്നത്. പക്ഷെ അതിങ്ങനെ ഓരോന്ന് ആദ്യം ചെയ്തത് വീഡിയോ ആക്കി വന്നപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട് ഇനി പെൻഡിങ്ങിലുണ്ട്. അങ്ങനെ അടിപ്പെട്ടു പോയതാണ്. എന്നിട്ട് പിന്നെ അവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഇൻ്റർവ്യൂ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ പല ആളുകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ, പുറത്ത് പറയാതിരിക്കുകയാണ്. എന്തായാലും നമുക്ക് സമയം അധികമില്ല. നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കണം. ഒരാളും കൂടി സംസാരിച്ചിട്ട് അവസാനിപ്പിക്കാം. പെട്ടെന്ന് അവസാനിപ്പിക്കണം. 2 ബാച്ചായിട്ടേ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം ഊണ് കഴിച്ച് റെഡിയാവുകയാണ് കേട്ടോ. അവർക്കെന്തോ 2 വാക്ക് വിട്ടുപോയിരുന്നു, അതൊന്ന് പറയാം. സമയം കുറവാണ്. വേഗം എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് കഴിക്കണം. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കണ്ടു കാണും. അലിക്ക് നമസ്കാരം. ഇത്രയും മനുഷ്യരെ കാണാൻ കഴിഞ്ഞതിൽ എല്ലാവരും സന്തോഷം അറിയിക്കുകയാണ്. ഇന്ന് ഇത്ര ആളുകളെ നമ്മൾ തമ്മിൽ മനുഷ്യരാണ് എന്നുള്ള നിലക്ക്
നമുക്ക് തമ്മിൽ മുഖത്തോട് മുഖം നോക്കാൻ സാധിച്ചു. ഇത് ഒരു മതത്തിൻ്റെതോ അതല്ലെങ്കിൽ ഒരു ജാതിയുടേതോ ഒന്നുമല്ലാതെ തന്നെ നമ്മളെല്ലാം മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് തമ്മിൽ ധൈര്യമായി മുഖത്തോട് മുഖം നോക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. ഇവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഉയർത്തി കാണിക്കാനല്ലല്ലോ, നമ്മൾ മനുഷ്യരാണ് എന്ന് അഭിമാനത്തോട് കൂടിയിട്ട് പറയാൻ വേണ്ടി, അത് നമുക്ക് സ്വയം ഓർക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് എനിക്കിവിടുന്ന് മനസ്സിലാവുന്നത്. എല്ലാവരും മനുഷ്യരാണല്ലോ എന്നുള്ള ചിന്ത അത് നമ്മളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാര്യമാണ് എല്ലാവരും പറയുന്നതും കേൾക്കുന്നതും. ഓരോരുത്തരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. നമ്മൾ ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്. യോഗ ആയാലും ഈ നാമജപങ്ങളായാലും ഏതായാലും ആളുകളൊക്കെ ഉയർന്ന നമുക്ക് എന്തായാലും പല ആവശ്യങ്ങളും ഉണ്ടല്ലോ. പൈസൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അറിവിൻ്റെ ആവശ്യമുണ്ട്, പല ആവശ്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ നടക്കണം, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട്, എല്ലാവരുടെ കാര്യങ്ങളും മുന്നോട്ട് പോകണം. തന്നെയാണ് അത് സർവ്വ മനുഷ്യരിലും ജീവികളിലും ഒക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പം ആ ഒരു ഇതിനു വേണ്ടി വിജയത്തിൻ്റെ ഒരു വഴിയിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നവരാണ് എല്ലാവരും എന്ന്. അതാണ് പൈസൻ്റെ ആവശ്യമായാലും ഇനി മനുഷ്യൻ്റെ മറ്റ് എന്ത് ആവശ്യങ്ങളും എല്ലാവർക്കും പറയാതെ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളിൽ എത്തിപ്പെട്ട നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് അറിയാതെ നിൽക്കുന്ന പല സാഹചര്യങ്ങളിലുള്ള ആളുകൾ, ഒരറിവ് കിട്ടാത്തത് അല്ലെങ്കിൽ പൈസൻ്റെ ആവശ്യം നടക്കാത്തത്, അങ്ങനെ പല വിഷമങ്ങളുള്ള ആളുകൾ, അതിലൊക്കെ ആത്മീയമായ ഉണർവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ആരും ഒന്നും വഴി കാണിക്കാനില്ലാത്ത ടൈമിനും നമുക്ക് വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം നമുക്ക് വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഓരോരുത്തർക്കുള്ള ഓരോ വഴികളും വെറുതെ കാണുന്നു. അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സ്വയം ഒരു ഉൾപ്രേരണ കിട്ടുകയാണ്. അപ്പോൾ വിജയത്തിൻ്റെ വഴി സ്വയം നമുക്കെല്ലാവർക്കും കിട്ടാനുള്ള ഒരു സ്വയം തമ്മിൽ ആളുകൾ കാണുമ്പോൾ എല്ലാവർക്കും ഇപ്പം ഞാനൊരു ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ഭാഗമാണ് എന്നില്ലാത്ത ഞാനൊരു മനുഷ്യനാണ് എന്ന് തോന്നൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തോന്നുമ്പോഴാണ് ഞാനൊരു മനുഷ്യനാണല്ലോ, അതല്ലെങ്കിൽ ഞാനൊരു ജീവിയാണല്ലോ. അങ്ങനെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ കയറി വരികയാണ്. ഓരോ ചിന്തകൾ ഉള്ളിലേക്ക് കയറി. അങ്ങനെയാണ് നമ്മൾ വിജയത്തിൻ്റെ വഴിയിലേക്ക് എത്തുന്നത്. ആത്മീയമായി ഉണർന്നു വരുന്നത് എല്ലാവർക്കും ആത്മീയത എന്ന് പറഞ്ഞത് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ അന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ഏത് മതമായാലും ഏത് പ്രസ്ഥാനമായാലും രാഷ്ട്രീയമായാലും ഒക്കെ നമ്മളുടെ പുരോഗമനത്തിനും ഉന്നതിക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും ഉന്നതിയിൽ എത്തും എന്ന് സ്വയം വിശ്വസിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ അതും കൂടി ആലോചിക്കുക. ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അനുഭവങ്ങൾ പറയാനുള്ള വിളിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. ആരും ഏതൊരു സാഹചര്യത്തിൽ വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലാത്ത വെറുതെ നമ്മുടെ മുന്നിലേക്ക് ഓരോ അവസരങ്ങളും വന്നുകൊണ്ടിരിക്കും എന്ന് സ്വയം വിശ്വസിച്ചാൽ മതി. നമ്മുടെ മുന്നിലേക്ക് വരും, എല്ലാവർക്കും വരും. ഇപ്പം നമ്മൾ ഇത്ര കാലമായിട്ട് പല പ്രശ്നങ്ങളും അനുഭവത്തിൽ കുറേ നെഗറ്റീവുകൾ വന്നല്ല എല്ലാവർക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയില്ലേ? അപ്പം അങ്ങനെ ആലോചിച്ചാൽ ഇപ്പോൾ നമ്മളുള്ള ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറേ പ്രശ്നങ്ങൾ ഉൾപ്പെടാത്ത ആരുമില്ല.
ഒരു 10 കൊല്ലം ജീവിച്ച ഒരാളാണെങ്കിൽ തന്നെ ആ ആൾക്കും അനവധി പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടും നമ്മൾ ഇതുവരെ എത്തിയില്ല. ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോകുന്നു ഒരിക്കലും നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തും. ഓരോരുത്തരും ആലോചിക്കുക, ഈ ആൾ തന്നെയാണ് ഞാൻ, നിങ്ങൾ തന്നെയാണ് ഞാൻ. എന്താണത്? എനിക്കുള്ള ആ അനുഭവം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കുള്ള ആ അനുഭവം എനിക്കുണ്ട്. അത് ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെറിയ കൊച്ചായിട്ട്, പിന്നെ വലുതായിട്ട്, അങ്ങനെ കുടുംബങ്ങളായിട്ട്, അയൽവാസിയായിട്ട്. അവൻ്റെ ആ സ്വഭാവം എനിക്കുണ്ടായിട്ടുണ്ട്, എൻ്റെ ആ സ്വഭാവം ഇനി മറ്റേ ആൾക്കുണ്ട്. അതുപോലെ തന്നെ ആ അനുഭവങ്ങൾ, നിങ്ങൾക്കുള്ള അതേ അനുഭവം ചിലപ്പോൾ എനിക്കുണ്ടാവും, ഇനി എനിക്കില്ലാത്ത അനുഭവം നിങ്ങൾക്കുണ്ടാവും. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവസാനം ഇപ്പം നിങ്ങൾക്കുള്ള ആ അനുഭവം ചിലപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ടാവില്ല. ഒരു കാലത്ത് വീണ്ടും ആയി വരും. അപ്പം എല്ലാവരും വിജയങ്ങൾ ഉണ്ടാവും എന്നുള്ള ആ പ്രതീക്ഷ, അതാണ് നമ്മുടെ ആത്മീയ അനുഭവം. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ നമുക്ക് ഇനി അധികം സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇനി ആർക്കെങ്കിലും സംസാരിക്കാണ്ട് നമുക്ക് അടുത്ത സെഷൻ കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും സമയം തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളാ പ്രൊസീജിയർ ആ ചിട്ടപ്പടി നടക്കണമല്ല. പലരും അങ്ങനെ കസേരയിൽ അമർന്നിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പറയാൻ കഴിവുള്ള ആളുകളാണ്, അവരൊന്നും മുന്നോട്ട് വന്നില്ല. അത് കാരണം നമ്മളുടെ സമയം ഇങ്ങനെ ദീർഘിച്ചു പോയി. അല്ല, ചുരുക്കിയാണെങ്കിലും തീരെയും പറയാത്ത ആൾക്കാരുണ്ട് പറയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം, എന്നിട്ട് സമയം തരാം. കുറച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും സമയത്ത് നടക്കില്ല, അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ 2 സെറ്റായിട്ടാണ്. അപ്പം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എല്ലാവരും കഴിക്കണം. കാരണം നമുക്ക് 4 മണിക്ക് തീർക്കണം. അപ്പോൾ 2 മണിക്ക് തന്നെ നമുക്ക് 2:10 തന്നെ തിരിച്ചെത്തണം എല്ലാവരും.